ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽ മാർക്കിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെയാണ് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽ മാർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം. ആ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയിട്ട് നമ്മൾ ടെക്നിക്കൽ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ആ ലെവൽസിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ട്രെൻഡ് ലൈൻ ആയിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. ആ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫിബൊനാച്ചി ലെവൽ യൂസ് ചെയ്ത് നമ്മളൊരു സപ്പോർട്ടും മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് നമുക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ വരച്ച ആ ഒരു രണ്ട് ട്രെൻഡ് ലൈനാണ് ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ആ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബൈ എടുക്കരുത്, അടുത്തൊരു ക്യാൻഡിലും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാൻഡിൽ താഴേക്ക് വന്നിട്ടുണ്ട്, അതൊരു ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആയിരുന്നു, താഴേക്ക് വന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും അടുത്ത ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ടച്ച് ചെയ്തു, വീണ്ടും കയറാൻ ശ്രമിച്ചു. പക്ഷേ അതും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തില്ല, താഴേക്ക് വരാണ് ചെയ്തത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈൻ, താഴെയുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം റീടെസ്റ്റ് ചെയ്തു, വീണ്ടും താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാക്റ്റ് സെല്ലാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ആ ഒരു ചാൻസസിനെ പറ്റിയിട്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ, ആ ഒരു ചാൻസസ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ചു കയറാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മാർക്കറ്റ് ആ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറിയില്ല, താഴേക്കാണ് വരാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ സെല്ല് ചെയ്യായിരുന്നു നമുക്ക് ഇവിടുന്ന്, കാരണം ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഒരു പാരൽ ചാനലിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നിഫ്റ്റി ട്രേഡിംഗ് നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു, ഈ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് നിഫ്റ്റിയിലൊരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ എന്ന്. അപ്പോൾ ഇവിടെയാണ് നമുക്കിന്ന് സെല്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും പിന്നെ അടുത്ത് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കാണാം, അതൊരു റീടെസ്റ്റ് ക്യാൻഡിലാണ്, അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നു. അപ്പോൾ ഇത് നമുക്കൊരു സെൽ സിഗ്നലാണ്. അപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പിൽ വന്ന ക്യാൻഡിലിൻ്റെ ഹൈയിലെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം കണ്ടോ, ആ ലെവലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. പിന്നെ നമ്മൾ ടാർഗറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് കണ്ടു. എക്സാക്റ്റ് നമ്മുടെ സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിഫ്റ്റിയിൽ ടെക്നിക്കൽ ലെവൽ മാർക്ക് ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ചാർട്ട് നോക്കിയിട്ട് ഒന്ന് അനാലിസ് ചെയ്യണം, ആ ഒരു എന്തൊക്കെ ചാൻസസ് ആണ് ആ ഒരു ചാർട്ടിലുള്ളതെന്ന്. ഇപ്പോൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക, അതിൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാർക്ക് ചെയ്യാം. പിന്നെ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴാണ് മാർക്കറ്റ് ആ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ആ സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്യുന്നത്, അപ്പോൾ മാത്രം നമ്മളൊന്ന് എൻട്രി എടുത്താൽ മതി, ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ 5 hours ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 5 hours ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ ആണോ. അപ്പോൾ ഇവിടെ തന്നെ ആ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ഒരു ക്രോസ് ഓവറും വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് താഴേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ കൺഫർമേഷന് വേണ്ടി, അതല്ലെങ്കിൽ ജസ്റ്റ് ഈ ടെക്നിക്കൽ ലെവൽ മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്താലും മതി. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നാളത്തെ ട്രേഡിംഗ് സെറ്റപ്പിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നാളെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കി ലെവൽസ് മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ലെവൽസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇന്ന് മാർക്കറ്റ് മുകളിൽ നിന്ന് താഴേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫിബൊനാച്ചി ടൂൾ യൂസ് ചെയ്യാം, മുകളിൽ നിന്ന് താഴെ വരെ മാർക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ 0.618 ആ ലെവല് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനോട് തന്നെ നമുക്കിവിടെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് ആ ലെവൽസിൻ്റെ താഴെ ട്രേഡ് ചെയ്യുന്ന കാരണം ആ ലെവൽസ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് റെസിസ്റ്റൻസ് ലെവലാണ്. ഇനി നമുക്ക് അടുത്ത ചാൻസ് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്റ്റൻഡഡ് ലൈൻ ടൂൾ എടുക്കുക, ഈ ഒരു ഹൈന്ന് അത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നാളെ വരാനുള്ള ചാൻസസ് ഏതാണെന്ന് നോക്കാം. നാളെ ഇനി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ബൈയിൽ കാണുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ലെവലിൽ റീടെസ്റ്റ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, ഇനി നമുക്ക് താഴേക്കാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. മാർക്കറ്റ് കണ്ടോ, ഈ ഒരു ലെവലിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിതും ശ്രദ്ധിക്കണം. അപ്പം സാധാരണയായിട്ട് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് വരാണെങ്കിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ, പെട്ടെന്നൊരു ഫോൾ വരാറുണ്ട്. ഓക്കെ, അത് നോക്കണം. അതല്ലെങ്കിൽ മാർക്കറ്റ് ജസ്റ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് അത് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് തിരിച്ച് കയറി പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് വരാണെങ്കിൽ നമ്മളൊന്ന് അലർട്ടായിരിക്കണം. ചിലപ്പോൾ ഒരു സഡൻ ഫോളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ഇതാണ് നാളത്തെ ലെവൽസ്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് നോക്കിയേക്കാം. അതായത് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം റീടെസ്റ്റ് ചെയ്ത് അപ്പ് സൈഡ് കാണുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. ഇനി ഈ ഒരു ലെവൽസ് താഴെ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ട് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. ഈ ഒരു ലെവൽ വരെ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ആ ലെവൽസ് മാർക്ക് ചെയ്ത് അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ലെവൽസിൽ മാർക്കറ്റ് വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് ദിവസം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ടെക്നിക്കൽ ലെവൽ വെച്ചിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാമെന്ന്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ട്രെൻഡ് ലൈനും ഈ ഒരു സപ്പോർട്ട് ലെവലും മാർക്ക് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ എൻട്രി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ തൊട്ട് താഴെ വന്നിരിക്കുന്ന സ്വിംഗ് ലോയ്ക്ക് താഴെ വേണം സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്. അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് ഇതുപോലെ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.